ഗുഡ് മോർണിംഗ്. നമ്മൾ അങ്ങനെ മൂന്നാം പാഠം തീർത്തു, എങ്ങനെയോ തീർത്തു. കുറച്ച് കണക്കുകളൊക്കെ ചെയ്തു. നമുക്കിനി ആ പാഠത്തിൽ നിന്ന് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് കണക്കുകൾ ചെയ്ത് നോക്കാം. ഭൂരിഭാഗം മുൻകാലം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു മൂന്നാലെണ്ണം നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എൻട്രൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 പ്രോബ്ലം കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. നിങ്ങളതിൽ ഇമ്പോർട്ടൻറ്റ് എല്ലാം എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയെടുത്തിട്ട് പോസ് ചെയ്ത് വെക്കാം വീഡിയോ, എന്നിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ മുമ്പോട്ട് ഞാൻ ചെയ്യുന്നത് കാണാം. ശരിയാന്ന് ഉറപ്പാണെങ്കിൽ അത്രയും ഭാഗം സ്കിപ്പ് ചെയ്യാം, നമുക്ക് സമയം ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നോക്കിയേ, സാധാരണ വീഡിയോസിലൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രോബ്ലങ്ങളിലേക്ക് പോവാം പതിവ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ ചെറുതെന്നൊക്കെ തുടങ്ങും, എളുപ്പമാണ്. ഒരു കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നില്ല. ആദ്യത്തെ തന്നെ തെറ്റിപ്പോയാൽ പിന്നെ തീർന്നു അല്ലേ. അതുകൊണ്ട് ഞാൻ മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടെ നിൽക്കുള്ള ടോപ്പിക്ക് നമ്മുടെ മെമ്മറിക്കും അത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. If the velocity of a particle is v equal to a t plus b t square, where a and b are constants, then the distance traveled by it between 1 second and 2 seconds is. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ തരാം. വേണ്ട, ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല. വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇവിടുന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര ചോദിച്ചേക്കുന്നത് നമുക്കറിയാം. പോസ് വെച്ചോ, എന്നിട്ട് ചെയ്ത് നോക്കിയോ. തന്നേക്കുന്നത് വെലോസിറ്റിയാണ്, കാണാൻ ചോദിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എസ് അല്ലെങ്കിൽ എക്സ് ഏതാണെന്ന് എടുക്കാം കേട്ടോ. എക്സ് എടുത്തേക്കാം. നമുക്കറിയാം dx/dt ആണ് എന്ത് വെലോസിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ dx is equal to v into dt. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡിഫറൻസിയേഷൻ ഇട്ടതിൽ വിഷമമുണ്ട്. ഈ ഇന്റഗ്രേഷൻ വരാൻ പോണേ, അതിലും വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഇതില്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ബേസിക് മാത്തമാറ്റിക്സ് എന്നുള്ള വീഡിയോസിൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും നമ്മൾ പഠിച്ചത് കേട്ടോ. നോക്കിയേ, dx സ്മോൾ ചേഞ്ച് ഇൻ x is equal to velocity into small change in time എന്നാണ് ഇതർത്ഥം. നമ്മൾ വെച്ചിരിക്കുന്നത് 1 സെക്കൻഡിലും 2 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇത് വളരെ ചെറുതായത് നമുക്ക് വലുതാക്കണമെങ്കിൽ ഇന്റഗ്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇന്റഗ്രൽ dx is equal to ഇന്റഗ്രൽ v dt ഈക്വൽ സൈഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യും. v എന്നതാണ് v equal to at plus bt square. അപ്പൊ ഇന്റഗ്രൽ a into t plus b into t square into dt. ഇതാണ് എന്ത് ഇന്റഗ്രൽ dx. നോക്കി, ഇവിടെ വേരിയബിൾ ആരാ? ടൈം. ടൈമിന് എവിടെ നിന്ന് എവിടെ വരെ മാറ്റം വരുന്നത്? 1 സെക്കൻഡ് തൊട്ട് 2 സെക്കൻഡ് വരെ. അപ്പൊ 1 സെക്കൻഡ് ടു 2 സെക്കൻഡ്. ഇവിടെ ആരാ? dx. dxന് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മാറ്റം വരുന്നത്? തന്നിട്ടില്ല. ഞാൻ വിചാരിക്കുവാണ് ഇവിടെ x1 ഉം ഇവിടെ x2. dxന്റെ ഇന്റഗ്രൽ എന്നതാ? x. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. x1 to x2 is equal to ഇന്റഗ്രൽ. നോക്കി, ഇതിൽ സം അല്ലേ? ഇന്റഗ്രേഷന്റെ അകത്ത് സം അല്ലേ? ഇന്റഗ്രേഷന്റെ റൂൾ പ്രകാരം സം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും സെപ്പറേറ്റ് ചെയ്യാമെന്നുണ്ട്. അപ്പൊ ഇന്റഗ്രൽ 1 to 2 a into t plus dt വേണം. അയ്യോ, dt ഇല്ലെങ്കിൽ തീർന്നു. ഇന്റഗ്രൽ 1 to 2 b into t square dt. ഇന്റഗ്രൽ x ഇത് നോക്കി, ഇന്റഗ്രൽ dx ചെയ്തു, x കിട്ടി, x1 to x2. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. x2 minus x1 is equal to, ഇവിടെ കുറെ സ്റ്റെപ്പ് ബാക്കിയുണ്ട് അല്ലേ. ഇന്റഗ്രൽ a into t, a കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുത്തു. t ന്റെ ഇന്റഗ്രൽ എന്നാ? ഇന്റഗ്രൽ x ന്റെ ഇന്റഗ്രൽ എന്നാ?
ഇന്റഗ്രൽ എക്സ് റേസ് ടു എന്നിന്റെ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ. ഇവിടെ ആരാ ടി റേസ് ടു 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി റേസ് ടു 2 ഡിവൈഡ് ബൈ 2 ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? ഞാൻ അപ്പർ ലിമിറ്റ് 2 ലോവർ ലിമിറ്റ് 1 ചെയ്തു. 1 to 2 അല്ല ഇന്റഗ്രേഷൻ, അത് അപ്ലൈ ചെയ്തു. പ്ലസ് ബിന്റെ ബി കോൺസ്റ്റന്റ് ആണ്, ടി സ്ക്വയറിന്റെ ടി ക്യൂബ് ഡിവൈഡ് ബൈ 3 വന്നു. ഈ സെയിം ഇക്വേഷൻ കേട്ടോ. വൺ ടു ടു ടി സ്ക്വയർ ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ കൊടുത്തപോലെ തന്നെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. x2 - x1 എഴുതിയ പോലെ അപ്പർ ലിമിറ്റ് അത് അപ്ലൈ ചെയ്യുന്നു. a ഇൻറ്റു ടി സ്ക്വയറിന്റെ ടി സ്ക്വയർ 2 അകത്ത് കൊടുത്താൽ 2 സ്ക്വയർ എത്രയാ 4 ഡിവൈഡ് ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് a ഇൻറ്റു 1 സ്ക്വയറിന്റെ 1 ഡിവൈഡ് ബൈ 2 പ്ലസ് ഇവിടെ എന്നാ വരും b ഇൻറ്റു ടി ക്യൂബ് 2 കൊടുത്താൽ 2 ക്യൂബ് എത്രയാ 8 b ഇൻറ്റു 8 ഡിവൈഡ് ബൈ 3 മൈനസ് 1 കൊടുത്താലോ b ഇൻറ്റു 1 ക്യൂബ് 1 തന്നെ ഡിവൈഡ് ബൈ 3. നാല് a/2 എന്ന് ഒരു a/2 പോയാൽ 3a/2. 4 1 പോയാൽ 3 a പുറത്തെടുത്തു. അങ്ങനെ എങ്ങനെ വേണം ചെയ്യാം. പ്ലസ് 8 b/3 ഒരു b/3 പോയാൽ 7 b/3 അല്ലെങ്കിൽ b പുറത്തേക്ക് എടുത്താൽ 8/3 മൈനസ് 1/3 7/3. ഏതാണ് കൺസെപ്റ്റ് സെയിം തന്നെ. 3a/2 പ്ലസ് 7b/3 ഇതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ പലതുണ്ടായിരുന്നു. ഇവിടെ മൈനസ് ചിലത് തിരിച്ച് 3/2b എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ശരി ഉത്തരം. ഇത് കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതും നീറ്റ് 2016 തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ചോദിച്ചതും നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ. 2 cars P and Q. ഒരു കാർ ഉണ്ട് P, വേറൊരു കാർ ഉണ്ട് Q. Start from a point at the same time in a straight line and their positions are represented by x of P at t time is equal to a t plus b t square. X of Q at t time is equal to f t minus t square. At what time do the cars have the same velocity? ഏത് സമയത്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ വെലോസിറ്റി ഉള്ളത്? അതിന്റെ ഓപ്ഷൻസ് നോക്കിയോ, ഇങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ്. എ ടി ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എ ടു ബി മൈനസ് 1. ഓപ്ഷൻ സെയിം ആണോ? അതല്ലോ. എന്തായാലും ഇന്നലെ രണ്ട് കാറുണ്ട്. ഇവര് ഒരേ സ്ഥലത്തുനിന്നല്ല ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ ഇവിടെയായിരുന്നു, വേറൊരാൾ ഇവിടെയായിരുന്നു. പി ഇവിടെ വിചാരിച്ചു, ക്യൂ ഇവിടെ വിചാരിച്ചു. സെയിം സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. ചോദിച്ചേക്കുന്നത് എപ്പോഴായിരിക്കും ഇവരുടെ വെലോസിറ്റി സെയിം ആകുന്നതെന്നാണ്. പൊസിഷൻ ടൈം അനുസരിച്ച് മാറുന്നത് ഇക്വേഷൻ തന്നു. പൊസിഷന്റെ ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? dx by dt is equal to velocity. അപ്പോൾ പിന്റെ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് പി. ഇതേപോലെ dx ഓഫ് ക്യൂവിന്റെ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ ആരുടെ കിട്ടും? വെലോസിറ്റി ഓഫ് ക്യൂ കിട്ടും. ചെയ്തു നോക്കാം. എ ടി പ്ലസ് ബി ടി സ്ക്വയർ ഡിഫറൻഷിയേഷൻ ചെയ്യണം അല്ലേ? ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് വെലോസിറ്റി ഓഫ് പി. ഡെറിവേറ്റീവിന്റെ കണക്ക് നമ്മൾ പഠിച്ചായിരുന്നു. സം ആണെങ്കിൽ ഓരോന്നിനെ വെവ്വേറെ ചെയ്യാം. എ കോൺസ്റ്റന്റ് ആദ്യം ഇവനെ ചെയ്യാണ്. ആദ്യം ഇവനെ ചെയ്യാം, രണ്ടാമത് ഇവനെ ചെയ്യാം. ഇവനെ ചെയ്യാൻ നേരത്ത് എ കോൺസ്റ്റന്റ് ആണ്, എ പുറത്തെടുത്തു. ഡെറിവേറ്റീവ് ഓഫ് ടി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നതാ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ടി എന്നാ വരും? എ പുറത്തെടുത്തു. ടി റേസ് ടു ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ടി റേസ് ടു 1 മൈനസ് 1 0 കിട്ടും. അപ്പോൾ ടി റേസ് ടു 0 വന്നാൽ 1 തന്നെ. അപ്പോൾ എ പ്ലസ് ബി ടി സ്ക്വയർ
2 into t raised to 2 minus 1. So b into 2t is equal to velocity of p. ഇതേപോലെ ഇവന്റെ കണ്ടാലോ d by dt of ft minus t square. ഇവനാണ് എന്ത് വെലോസിറ്റി ഓഫ് q. ഇവനെ നമുക്ക് ആദ്യം ഡിഫറൻഷിയേഷൻ ചെയ്യാം, മൈനസ് ഇവനെ ചെയ്യാം. മൈനസ് ഇടയ്ക്ക് എഫ് കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ടീൻ്റെ 1 ആണ്, അപ്പോൾ എഫ് മൈനസ് ടി സ്ക്വയറിൻ്റെ 2 into t is equal to velocity of q. അറ്റ് വാട്ട് ടൈം ഇവർ തമ്മിൽ ഈക്വൽ ആവുന്ന ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്മാർ രണ്ടുപേരും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടി കിട്ടും എ പ്ലസ് ബി ഇൻറ്റു 2t is equal to f minus 2 into t. അങ്ങോട്ട് കൊണ്ടുവന്നേ, എനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വന്നു, എഫ് മൈനസ് എ വന്നു. ഈ പ്ലസ് എ അവിടെ പോയപ്പോൾ മൈനസ് എ വന്നു. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ബി 2t പ്ലസ് 2 into t. 2 into t പുറത്തെടുക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, t പുറത്തെടുക്കാം. 2b plus 2 is equal to f minus a. അപ്പോൾ t ഇവിടെ നിർത്തിക്കോ, ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകോ, f minus a divided by 2b plus 2. ഇതാണ് ആൻസർ. പക്ഷെ ഓപ്ഷനിലുണ്ട് എല്ലായിടത്തും b പുറത്തെടുത്തിട്ടുണ്ട്, 2 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ f minus a divided by 2 പുറത്തെടുത്തു, ബാക്കി ആരുണ്ട്, b plus 1. അപ്പോൾ ഓപ്ഷൻ ഇവനാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ JEE 2003 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര എളുപ്പമാണ്. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h. അപ്പോൾ ഒരു കാർ മൂവ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി 50 km/h. കേട്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. പക്ഷെ ഇവിടെ മാറ്റണം നമുക്ക് നോക്കാം കേട്ടോ. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h can be stopped by brakes after at least 6 meter. അപ്പോൾ ഒരു 6 മീറ്റർ കൊണ്ട് അതിനെ ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇഫ് ദ സെയിം കാർ ഈസ്, ശ്രദ്ധിക്കണം, സെയിം കാറാണ്, അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ. സെയിം കാർ ഈസ് മൂവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 100 km/h. അപ്പോൾ ഇത് V1 ആയിരുന്നു, അടുത്തത് V2, അതായത് 100 km/h പോകുന്നെങ്കിൽ the minimum stopping distance is, അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്, S2 എത്രയാണ് ചോദിച്ചത്. ഇവിടെയാണ് ഈ സെയിം കാറിന്റെ മീനിങ്. നമുക്കറിയാം, ഇവിടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാറ് പോകുന്നുണ്ട്, നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പഠിച്ചതാണ്, എന്നാ കൂടെ കാറ് പോകുന്നുണ്ട്, യു വെലോസിറ്റി പോയി, ഒരു പട്ടി കുറുക്ക ചാടുവോ, ഒരു പിള്ളേർ മുമ്പിലുണ്ടെന്നോ ക്വസ്റ്റ്യൻ അങ്ങനെ പലതുണ്ടാവും. വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താവും, 0. ഈ ഡിസ്റ്റൻസ് ആയി ചോദിച്ചത്. v² minus u² is equal to 2as. ഇതിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ 2as. നോക്കിയേ, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0. മൈനസ് u² is equal to 2 times a into s. ഇവിടെ വെലോസിറ്റി കുറയുക ചെയ്യുന്നത്, അതായത് ആക്സിലറേഷൻ നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ മൈനസ് u², ഈ മൈനസ് വെട്ടിപ്പോയാൽ u² is equal to 2 times a into s. ഇവിടെ എടുക്കുന്ന ഈ ആക്സിലറേഷൻ എന്തായിരിക്കും, നമ്മൾ റിട്ടാർഡേഷൻ ആയിരിക്കും. അതായത് ഇവിടെ ആക്സിലറേഷൻ -3 ആണെങ്കിൽ ഇവിടെ a എടുക്കേണ്ട എത്രയായിരിക്കും, 3 എടുക്കണം കേട്ടോ. അത് ലോജിക് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നോക്കിയേ, സെയിം കാറാണ്, ഇങ്ങനെ ആലോചിക്കുക, സെയിം കാറിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി സെയിം അല്ലേ. നിങ്ങൾ ഏത് സ്പീഡിൽ പോയാലും അതിന്റെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ്, ആ വണ്ടിയുടെ ആക്സിലറേഷൻ സെയിം ആയിരിക്കുമല്ലോ, ഡിസലറേഷൻ സെയിം ആയിരിക്കുമല്ലോ അല്ലേ. ആക്സിലറേഷൻ സെയിം ആയിരിക്കും, ഡിസലറേഷൻ സെയിം ആയിരിക്കും, കാരണം ഒരേ കേബിളും ഒരേ എല്ലാ സപ്ലൈയും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ u² is proportional, ഇപ്പൊ ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാനിരിക്കും, u² is proportional to s. ഇനി ഇങ്ങനെ ചിന്തിച്ചിട്ടേലും നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ u എന്നതാ ഇനീഷ്യൽ വെലോസിറ്റി u1,
ഇത് ഇനിഷ്യൽ വെലോസിറ്റി u2. അപ്പോൾ u1ന്റെ സ്ക്വയർ എടുക്കുക, 50ന്റെ സ്ക്വയർ എടുക്കുക, 2a ഇൻറ്റു എസ് എത്രയാ 6 മീറ്റർ. അവിടെ നമുക്ക് എന്ത് കിട്ടും? a കിട്ടും. ഈ a വെച്ചിട്ട് അടുത്തതിൽ കണക്ട് ചെയ്യുക. അവിടെ എസ് കാണാമല്ലേ? സിമ്പിൾ. അങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ ചുമ്മാ ഒരു ഇക്വേഷൻ പറഞ്ഞതേ ഉള്ളൂ. u സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എസ്. അങ്ങനെയാണെങ്കിൽ എന്നാണെന്നറിയോ ഗുണം? u1 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s1, u2 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s2. നോക്കിയേ, u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു s1 ബൈ s2. പ്രൊപ്പോർഷനെ മാറ്റാലോ. എനിക്ക് ഞാൻ റേഷ്യോ എടുത്തില്ലേ? s1 ബൈ s2. u1 സ്ക്വയർ ആണ് 50 സ്ക്വയർ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് മാറ്റിയാലും കുഴപ്പമില്ല. കാരണം എന്നാ, രണ്ട് സ്ഥലത്ത് അതിൽ സ്ക്വയർ വരുമ്പോൾ വെട്ടി വെട്ടി പൊക്കോളും. അപ്പോൾ 50 സ്ക്വയർ ഡിവൈഡ് ബൈ 100 സ്ക്വയർ ഇസ് ഈക്വൽ ടു s1 ബൈ s2. s1 എത്രയാ? 6. s2 അല്ലേ കാണണ്ടേ? വെട്ടി കളഞ്ഞു. 50 ഇൻറ്റു 50 ആണ് 50 സ്ക്വയർ, 100 ഇൻറ്റു 100 ആണ് 100 സ്ക്വയർ. ചുമ്മാ എഴുതുന്നുണ്ട്, നിങ്ങളുടേതായ ഈ ലോജിക്കിൽ വെട്ടി കളഞ്ഞു. ഇസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ s2. 0 0 0 0 വെട്ടിപ്പോയി. 5 എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം. ഇതോ 4 പ്രാവശ്യം. അപ്പം 4 ഇൻറ്റു 6 ഇവിടെ വന്നു, s2 ഇവിടെ വന്നു. അപ്പോൾ s2 ഈക്വൽ ടു 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ s2 എത്രയാ? 24 മീറ്റർ. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. u1 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s1. നോക്കിയേ, u1 ബൈ u2 നോക്കിയേ, u1 ബൈ u2 അല്ലെങ്കിൽ u2 ബൈ u1 4 ഇരട്ടി, 2 ഇരട്ടിയായി. അപ്പോൾ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ 4 ഇൻറ്റു 6 24. എങ്ങനെയുള്ള എഴുതാം? ഇത് പണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, 2003 10-17 വർഷം മുമ്പ് ചോദിച്ചത്. ഇന്ന് ഇത്ര എളുപ്പമുള്ള ചോദിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2000 നമ്മൾ കണക്ക് ചെയ്തായിരുന്നു. നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത ആ വീഡിയോയിൽ ഏതാ വർഷം എനിക്ക് ഓർമ്മയില്ല, 2018 2008 കണ്ട പിന്നെയും ചോദിച്ചായിരുന്നു ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ IIT ആണെങ്കിലും എളുപ്പമുള്ളത് ചോദിച്ചേക്കാം. അടുത്ത കണക്ക് JEE 2004 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതും എളുപ്പമാണ്. എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h മീറ്റർ. h മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ഇടുക. ഇറ്റ് ടേക്സ് t seconds to reach the ground. ഈ ഗ്രൗണ്ടിലേക്ക് എത്താനായിട്ട് t സമയം വേണം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ അറ്റ് t/3 സെക്കൻഡ്? t/3 സെക്കൻഡ്സിൽ ഇവന്റെ ഹൈറ്റ് വെച്ചിരുന്നത്, ഈ ഹൈറ്റ് പേര് കൊടുത്തോ h ഡാഷ്. ഓക്കെ, പോസ് ചെയ്തോ. എന്നിട്ട് വീഡിയോ എന്നിട്ട് കണക്ക് ചെയ്തോ, കിട്ടുമോ നോക്കാം നമുക്ക്. ചേട്ടെ, നമുക്ക് ഈ ദൂരം അറിഞ്ഞാല് നമുക്ക് ഇത് എഴുതാൻ ആൻസർ തരണം അല്ലേ? ഓപ്ഷൻസ് വേണം നിങ്ങൾക്ക്. ഓപ്ഷൻസ് തരാം. ഇതാണ് ഓപ്ഷൻ. ഇനി പോസ് ചെയ്തു. നമുക്ക് ഈ ഹൈറ്റ് കണ്ടാൽ മതി. നമുക്ക് ഇവിടുത്തെ സമയത്താണ് നിൽക്കുന്നേ. അപ്പൊ ഈ ഹൈറ്റ് കണ്ടാൽ മതി. ഈ ഹൈറ്റ് കിട്ടാനായിട്ട് എങ്ങനെ ചെയ്താൽ മതി? h നമുക്ക് കുറച്ചാൽ പോരെ. സിമ്പിൾ. ബോൾ ഇവിടുന്ന് ഇടുക ചെയ്യുന്നത്. അപ്പൊ u is equal to 0. നമുക്കറിയാം s is equal to ut plus half at സ്ക്വയർ. ഇവിടെ താഴേക്കാണ് മോഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? താഴേക്കുള്ളത് മൈനസും മുകളിലേക്കുള്ളത് പ്ലസും. നമ്മുടെ സാധാരണ ആ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യും. എസ് താഴേക്ക് അല്ലേ? അപ്പൊ നോക്കി, ഇതാണ് എൻ്റെ ഇത് h ഡാഷ് കൊടുത്തു പോയി അല്ലേ? ഇവന് വേറൊരു പേര് കൊടുക്കണമല്ലോ. ഇത് ഞാൻ പണിയാണ്. ഇത് h2ഉം ഇത് h1ഉം കൊടുക്കാം. അപ്പോൾ -h1 is equal to u into t. u എന്നതാ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ 0 into t a minus g ആയി. അപ്പോൾ ഹാഫ് g into t സ്ക്വയർ. അപ്പോൾ -h1 is equal to -half g t സ്ക്വയർ. മൈനസും വെട്ടിപ്പോയി. ഇതാണ് 1. അപ്പൊ നമുക്ക് h1 കിട്ടി, ഈ ഹൈറ്റ് കിട്ടി.
നോക്കിയേ. ഓ, നമുക്ക് ചോദിച്ചേക്കുന്ന ആൻസർ ഓപ്ഷനകത്ത് ടി എന്ന ടൈം ഇല്ല അല്ലേ? ഒരു പണി, നമുക്ക് ഈ ടീനെ ഒഴിവാക്കാം. ടീനെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇവിടുത്തെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ഹാഫ് ജി ഇൻറ്റു എത്ര സമയം എടുത്തേ? T/3. T/3ന്റെ സ്ക്വയർ. അപ്പൊ എന്നാ വന്നു? ഹാഫ് ജി T/3ന്റെ സ്ക്വയർ എന്നതാ T²/9. അവിടെ നിൽക്കട്ടെ. ഇനി ഈ ടിയും എച്ചും തമ്മിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്നറിയോ? ഈ കംപ്ലീറ്റ് മോഷൻ ടി സമയം എടുത്ത്. അങ്ങനെയാണെങ്കിൽ S is equal to ut plus half at² എന്നുള്ള ഇക്വേഷൻ കംപ്ലീറ്റ് മോഷന് കൊടുത്തു നോക്കി. അപ്പൊ എന്നാ വരും? മൈനസ് എച്ച് താഴെയല്ലേ അളന്നേക്കുന്നത്. മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ഇൻറ്റു ടി, യു എന്നതാ ഇനിഷ്യൽ വെലോസിറ്റി. തള്ളി ഞാൻ ഡ്രോപ്പ് ചെയ്താൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയി. പ്ലസ് ഈ എ എന്തായി? മൈനസ് ജി ആയി. താഴേക്കല്ലേ ജി, അവിടെ ഞാൻ മൈനസ് എടുത്തു. അപ്പം മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി. എത്ര സമയം എടുത്തേ? ടി സമയം. ഹാഫ് ടി സ്ക്വയർ. മൈനസും മൈനസും വെട്ടിപ്പോയി. അപ്പൊ ഹാഫ് ജി ടി സ്ക്വയറിന് എച്ച് കൊടുക്കാം. ഇവിടെ നോക്കി, ഹാഫ് ജി ടി സ്ക്വയറിന് എച്ച് കൊടുത്താൽ ഈ h1 ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയറിന് എച്ച് കൊടുത്തേ. ബാക്കി ആരാ ഉള്ളത്? h/9. h1 കിട്ടി എന്നതാ h/9. അങ്ങനെയാണെങ്കിൽ h2 ഇസ് ഈക്വൽ ടു h മൈനസ് h1. ഇത് കിട്ടാൻ എന്നാ ചെയ്യണ്ടേ? ഈ ഹൈറ്റ് കാണണ്ടേ? ഹൈറ്റ് എപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപ്പൊ T/3 സെക്കൻഡിന് ശേഷം ബോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ടത് എന്നതാ? ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയാണെന്നാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, h/9 ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ h2 ഇസ് ഈക്വൽ ടു h മൈനസ് h/9. 9h നിന്ന് 1h പോയാൽ 8h/9. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. The motion of a particle along a straight line is described by equation x is equal to 8 plus 12t 12t minus t square, where x is in meter and t is in seconds. The retardation of the particle when its velocity becomes 0 is option -12, -12, -6, 6. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ കാണാനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് എങ്ങനെ പറ്റും? d²x/dt². ഇതറിഞ്ഞില്ലേലും വേറൊരു കാര്യം അറിയാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? dv/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. പക്ഷെ വെലോസിറ്റി എന്നതാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പൊ d/dt ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ നോക്കി, ഇതാണ് ഇതായത് d/dt ഓഫ് dx/dt. അതെങ്ങനെ നമ്മൾ വിളിക്കുന്നത്? d²x/dt². അതായത് ഈ എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അതിനാ ഇത്രയും പറഞ്ഞത്. അപ്പൊ നോക്കി, ആദ്യം നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേഷൻ നടത്താം. dx/dt. എനിക്ക് എന്നാ കിട്ടുന്നത്? വെലോസിറ്റി കിട്ടും. അത് ചുമ്മാ എഴുതുന്നുള്ളൂ കേട്ടോ, ഇപ്പോഴത്തെ എഴുതുള്ളൂ. v ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. 8ന്റെ ഡെറിവേറ്റീവ് 8 കോൺസ്റ്റന്റ് അല്ലേ? t എന്ന ടേമിന്റെ കൂടെ ഇല്ലല്ലോ. അപ്പൊ ഡെറിവേറ്റീവ് എന്നാവും? 0 പ്ലസ് 12t എന്നാവും? 12 മൈനസ് ടി സ്ക്വയറിന് എന്നാ വരും? 2 ഇൻറ്റു ടി. ഇത് തെറ്റിപ്പോയോ? മൈനസ് ടി ക്യൂബ് ആണ് കേട്ടോ. ടി ക്യൂബ് 3 ഇൻറ്റു ടി. 3 ഇൻറ്റു ടി സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് x raised to n is equal to n into x raised to n minus 1. അപ്പൊ n into x raised to n minus 1. 3 into t raised to 3 minus 1. 3t square. ഇനി ആക്സിലറേഷൻ കാണാനായിട്ട് ഒന്നും കൂടി ഇവനെ ഡിഫറൻഷിയേഷൻ ചെയ്യാനായിട്ട്, അതായത് dv/dt-നെ ഈ വെലോസിറ്റിനെ ഒന്നും കൂടി ഡിഫറൻഷിയേഷൻ നടത്താം. അതായത് ഇവനെ ഒന്നും കൂടി ഡിഫറൻഷിയേഷൻ നടത്താം. ഞാൻ പിന്നെ പറയുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പ്ലസ് 1 അല്ലേ, ഡിഫറൻഷിയേഷൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്.
നമ്മുടെ വീഡിയോ പോയി കാണണം കേട്ടോ. ഡിഫറൻഷിയേഷൻ്റെ ഇൻ്റഗ്രേഷൻ്റെ കണ്ടോ, നമുക്ക് ഉപകാരപ്പെടും. ഇത് 0 0 മൈനസ് 3t² ഡിഫറൻഷിയേഷൻ. 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു 3 × 2 6t. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി -6t. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെലോസിറ്റി ബിക്കംസ് 0 ആകുമ്പോൾ റിട്ടാർഡേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ കിട്ടി, വെലോസിറ്റി ബിക്കംസ് 0. അതെപ്പോഴാണ് 0 ആകുന്നത്? ഇവിടെ ആണെങ്കിൽ ടിയുടെ ടേം ഉണ്ട്. അപ്പൊ ഈ ടീന്റെ ടേം എനിക്ക് ക്യാൻസൽ ചെയ്യണം. അതിനാണ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയത്. അപ്പൊ എനിക്ക് ക്ലൂ കിട്ടി. വെലോസിറ്റി 0 ആകുമ്പോഴുള്ള റിട്ടാർഡേഷൻ ചോദിച്ചേക്കുന്നത്. വെലോസിറ്റി 0 ആകുന്ന സമയത്ത് ഏതാ? ഇപ്പൊ വെലോസിറ്റി 0 മീൻസ് ഈ സാധനം 0 ആകണം. 12 - 3t² 0 ആകുന്ന സമയം. -3t² അപ്പുറത്തോണ്ടോ 12 = 3t². വെട്ടിപ്പോയാൽ 4 = t². അപ്പൊ √4 ആണ് t. √4 എന്ന് പറഞ്ഞാൽ എന്നാ വരും? 2 = t അല്ലേ? t = 2 വരും. +or -2 വരും. മൈനസ് വരില്ല, കാരണം ടൈം എപ്പോഴും പ്ലസ് എടുക്കുള്ളൂ. അപ്പോൾ വെലോസിറ്റി 0 ആകുന്ന സമയം 2. അപ്പൊ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അറ്റ് സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡ് -6 × 2 = -12 m/s². ആക്സിലറേഷൻ ആണ് -12. അപ്പോൾ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? -a = 12 m/s². അപ്പോൾ ഓപ്ഷൻ ബി. ഇതും ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് കഴിഞ്ഞ മുമ്പത്തെ വർഷം JEE മെയിൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതൊരു ക്വസ്റ്റ്യനാണ്. ഓൾ ദ ഗ്രാഫ്സ് ബിലോ ആർ ഇൻറ്റൻഡഡ് ടു, അതിനെ വായിക്കാം, ഇൻറ്റൻഡഡ് അല്ലേ? നല്ല കൈശരം. Intended to represent the same motion. One of them does it incorrectly. Pick it up. ഈ 4 ഗ്രാഫും ഒരേ മോഷനെ കാണിക്കുന്നതാണ്. ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്, അത് സെലക്ട് ചെയ്യാനായിട്ട്. IITയുടെ ക്വസ്റ്റ്യൻ അല്ലേ, കിടുവായിരിക്കും. ഈ 4 നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ മോഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്ന് വേണേൽ വിളിക്കും. അതാ ഇങ്ങനെ കണ്ടിട്ടില്ല, അതിന് മനസ്സിലാവുന്ന പോലുമില്ല. ഡിസ്പ്ലേസ്മെന്റ് കൂടി പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു, എനിക്കറിയത്തില്ല. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫാ. ഇതിന് എനിക്ക് കുറച്ച് ക്ലൂ കിട്ടി. പൊസിഷൻ കൂടി വന്നു പിന്നെ കുറഞ്ഞു വന്നു. അല്ല കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നതാണോ അറിയില്ല. ഇത് ഈ ഗ്രാഫിന്റെ ആക്സിസ് വരയ്ക്കാൻ മറന്നല്ലോ. ഡിസ്റ്റൻസ് ടൈം, ഡിസ്റ്റൻസും ടൈമും. ഇതൊന്നും മനസ്സിലാക്കാം. ഡിസ്റ്റൻസ് ഇങ്ങനെ പോയിട്ട് അങ്ങനെയാണ്. ഇവിടെ വെലോസിറ്റി കൂടി വന്നു, അല്ല കുറഞ്ഞു വന്നു, പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി വന്നു. ഇതും കൂട്ടി വായിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാവും. ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞ കണക്കായത് നോക്കി. ഒരു കല്ലെടുത്തിട്ട് നേരെ മുകളിലേക്ക് എറിഞ്ഞാല് ഇവിടെ നല്ല വെലോസിറ്റി ഉണ്ട്. 10 m/s അല്ല 50 m/s മുകളിലേക്ക് എറിഞ്ഞു. ഏറ്റവും മുകളിൽ കുറഞ്ഞ 0 ആയി. അതിനുശേഷം കല്ല് താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരാൻ നേരത്ത് മൈനസ് ആയി, ഓപ്പോസിറ്റ് സൈൻ ആയി. കാരണം അങ്ങോട്ട് ഞാൻ പ്ലസ് എടുത്തല്ലോ. അപ്പൊ താഴേക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയി. പക്ഷെ താഴേക്ക് കൂടിയാണ് വരുന്നത്. മുകളിലേക്ക് കുറഞ്ഞു പോയിട്ട് 0 ആയതിനു ശേഷം താഴേക്ക് കുറഞ്ഞു വന്നു. അപ്പോൾ ഇത് സംഭവം അത് തന്നെയാണ്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കി. പൊസിഷൻ കൂടി വന്നു, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല ഇവിടെ. കാരണം മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അവസാനം ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം മുകളിലേക്ക് കല്ല് പോയിട്ട് താഴെ തന്നെ വന്നു. അപ്പൊ ഇത് തന്നെയാണ് സംഭവം, ഉറപ്പിച്ചു. നമുക്ക് നോക്കാം ഇനി ഈ ഗ്രാഫ് ഒക്കെ ശരിയാവും. ഇതെന്തായാലും ഉറപ്പാണ്, ഇത് ശരിയായി. കാരണം വെലോസിറ്റി കുറഞ്ഞ 0 വരെ എത്തി t സമയം കൊണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി വന്നു. ഇതെന്തായാലും ശരിയാണ്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കി. പൊസിഷൻ കൂടി വന്നതിന് ശേഷം പിന്നെ അത് കുറഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ ഉണ്ടാകുന്നത് അത് തന്നെയാണ്. അപ്പൊ ഈ ഗ്രാഫും ശരിയാണ്. S = ut - ½ gt². ചെറിയ സെക്കൻഡ് സമയങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ വാല്യൂ കൂടുതലായിട്ട് വരും.
അങ്ങാണെങ്കിൽ ഇങ്ങനെ കൂടി വന്നിട്ട് ഒരു 7-8 സെക്കൻഡ് ഒക്കെ ആയി കഴിയുമ്പോൾ ഈ വാല്യൂ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവൻ കുറഞ്ഞു വരും. ഓക്കെ, അവസാനം 0 ആയി പോകും. ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ലോജിക് പൊസിഷൻ കൂടി വന്നതിന് ശേഷം ഒരു വാല്യൂ എത്തിയതിനു ശേഷം പിന്നെ കുറഞ്ഞു വന്നു, അവസാനം 0 ആയി. അപ്പോൾ ഇതും ശരി. ഇനി വെലോസിറ്റി പൊസിഷൻ, നമുക്ക് ഡൗട്ട് ഉള്ളത് ഇവന്മാർ രണ്ടുപേരാണ്. ഇതിൽ തെറ്റുണ്ടോ നമുക്ക് നോക്കാം. ആലോചിക്ക്, ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു, നല്ല വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി കുറഞ്ഞു വരുന്നു, അപ്പോൾ പൊസിഷൻ കൂടി വരുന്നു. ശരിയല്ലേ? കല്ലെടുത്ത് മുകളിലേക്ക് വരുന്നു, നല്ല വെലോസിറ്റി ഉണ്ടായിരുന്നു, മുകളിലേക്ക് വന്ന വെലോസിറ്റി കുറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് കൂടി വന്നു. അതിനുശേഷം വെലോസിറ്റി 0 ആയി, വെലോസിറ്റി എന്തായി 0 ആയി. പിന്നെ അതേ വെലോസിറ്റിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ചെത്തി. സംഭവം ശരിയാണ്. ഇത് പരാബോളിക് ഷേപ്പ് വരും, ഇങ്ങനെ വരാലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരാലോ, ഇങ്ങനെ വരാലോ. പരാബോളിക് ഷേപ്പ് തന്നെ വരും. കാരണം അറിയോ, അതിന്റെ ഇക്വേഷൻ നോക്കി, വെലോസിറ്റിയും പൊസിഷനും അടങ്ങിയ ഇക്വേഷൻ v² - u² = 2as. എക്സിലുള്ള ആക്സിസ് പൊസിഷൻ ആണ്, വൈയിലുള്ളത് u² ആണ്. ആൻഡ് y² = kx. ഇതാണ് ഇക്വേഷൻ ആണ്, ഇവിടെ പരാബോളിക് ഇക്വേഷൻ അല്ലേ, -kx. അപ്പൊ ഇത് ഏതാണ്ട് അങ്ങനത്തെ ഇക്വേഷനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പരാബോളിക് ഷേപ്പാണ്, കുഴപ്പമില്ല. ഇവനും വലിയ കുഴപ്പമില്ല. 100% ഷുവർ ഇല്ല, വേണ്ട. നമുക്ക് ഇവൻ തെറ്റാണെങ്കിൽ ബാക്കി 3 ശരിയാന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇവനെ നോക്കി, തെറ്റാന്ന് കാര്യമില്ല, ഒന്ന് നോക്കാം. അടുത്ത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് അതിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണെന്ന് മാത്രം അറിയാം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ആണോ ഡിസ്റ്റൻസ് ആണോ വന്നേക്കുന്നത്? ഡിസ്റ്റൻസ് ആണോ വന്നേക്കുന്നത്? ശരി, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, ഡിസ്റ്റൻസ് വെച്ചും ചെയ്യാം. നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വിചാരിച്ചേ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെന്ത്? വെലോസിറ്റി. വെലോസിറ്റി തുടക്കത്തിൽ നല്ല സൂപ്പർ ആയിരുന്നു, കുറഞ്ഞു വന്നു, അതിനുശേഷം കൂടിയാ വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഓരോ പോയിന്റില് 2 പോയിന്റ് എടുത്തിട്ടേ നമുക്ക് സ്ലോപ്പ് എടുത്ത് നോക്കാം. ഇവിടുത്തെ സ്ലോപ്പ് എന്നാ? ടാൻജന്റ് ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. അപ്പോൾ വെലോസിറ്റി കൂടി വന്നു. അതിനുശേഷം വെലോസിറ്റി കുറഞ്ഞു വന്നു. സ്ലോപ്പ് ഉണ്ടോ? ഇങ്ങനെ കുറഞ്ഞു വന്നു. അത് തെറ്റാ. കാരണം വെലോസിറ്റി കുറഞ്ഞു വന്നതിന് ശേഷം കൂടുക ചെയ്തേ, ഇവിടെ കൂടി വന്നതിന് ശേഷം കുറയുക ചെയ്തേ. അപ്പൊ ഗ്രാഫ് എങ്ങനെ വേണമായിരുന്നു? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അതായത് പോയിന്റ് ഉണ്ട്, ഓരോ പോയിന്റ് സ്ലോപ്പ് എടുത്തേ, കുറഞ്ഞു വന്നിട്ട് സ്ട്രെയിറ്റ് ആയി 0 ആയതിനു ശേഷം സ്ട്രെയിറ്റ് ആയി വരച്ചോട്ടോ. സ്ട്രെയിറ്റ് ആയതിനു ശേഷം പിന്നെ മുകളിലേക്ക്, പിന്നെ അത് കൂടിക്കൊള്ളും, സ്ലോപ്പ് അല്ലേ. അപ്പൊ ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. ഇനി അത് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിചാരിച്ചേ. ഈ ഡിസ്റ്റൻസ് ആണെങ്കിലോ, ഇങ്ങോട്ട് നോക്കി, ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയോ, s = ut - ½ gt². നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ യൂട്യൂബിൽ നിന്ന് എടുത്താൽ കേട്ടോ. നിങ്ങൾക്ക് അവിടെ നോക്കാം. അവിടെ ഈ ഇക്വേഷൻ കൊടുത്തേക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞ പോലെയല്ല, അവരെടുത്തേക്കുന്ന ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഇക്വേഷൻ ഇതാ. ഇവിടെ നമുക്ക് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് എടുത്താലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് എടുക്കുന്നെങ്കിൽ അവരെടുക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടാണ് ഇക്വേഷൻ എടുക്കുന്നത് കേട്ടോ. നമുക്ക് എവിടെ നിന്നും ക്വസ്റ്റ്യൻ എടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. നോക്കി, s = ut - ½ gt². അപ്പൊ മുകളിലേക്കുള്ള മോഷൻ എടുത്താൽ, എടുത്ത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ആദ്യത്തെ മോഷൻ s = ut - ½ gt². u ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ മുകളിലേക്ക് ടൈമിനനുസരിച്ച് ഗ്രാഫ് ഇങ്ങനെ വരണ്ടേ. നോക്ക്, ഈ ഗ്രാഫ് ഏതാണ്ട് ഈ ഷേപ്പിലാണ് വരുന്നത്, ഈ ഷേപ്പിൽ കേട്ടോ, ഇങ്ങനത്തെ ഷേപ്പിൽ. ഇത് പരാബോളയൊക്കെ മാത്സ് അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ്. ഇനി തിരിച്ചുള്ള വരവ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വരവ്, അതെങ്ങനെ വരും നോക്കി, s = ut - ½ gt². u തിരിച്ചുള്ള വരവാണ്, u 0 ആണ്, അപ്പൊ അത് വേണ്ട, -gt². അപ്പൊ വേണമെന്നറിയോ, ഇവിടെ നമുക്ക് മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡിസ്റ്റൻസ് പിന്നെ കൂടിയേ വരുള്ളൂ അല്ലേ.
അപ്പം അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ കൂടി കൂടി. അപ്പം ഞാൻ ഇവിടെ മൈനസ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹാഫ് ജി ടി സ്ക്വയർ എസ് ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇങ്ങനെ ഓർമ്മയുണ്ടോ? എങ്ങനെയാ? ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് എങ്ങനെ പറഞ്ഞായിരുന്നു? ഇവിടെ എക്സിന് പകരം ഇവിടെ ടി ആണ്, വൈക്ക് പകരം ഇവിടെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ പറഞ്ഞായിരുന്നു? സെക്കൻഡ് ഹാഫ് എങ്ങനെ പറഞ്ഞായിരുന്നു? ഓക്കെ, ഫസ്റ്റ് ഹാഫ് മനസ്സിലായാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതെങ്ങനെ പറഞ്ഞായിരുന്നു? ഇങ്ങനെ. ഇവിടെ നേരെ എങ്ങനെയാ? തിരിച്ചാ, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇതിനല്ലേ കുറച്ച് നമ്മൾ അതും പറഞ്ഞത്, സ്ലോപ്പ് കൂടി കൂടി വരണമെങ്കിൽ ആ ഗ്രാഫ് ശരിക്കും ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ കേട്ടോ. ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വന്ന് 0 ആയി, പിന്നെ അവിടെ നിന്ന് കൂടി ഒരു വി എന്ന വാല്യൂ എത്തി. ഇതാണ് ഒരു കല്ല് മുകളിൽ കയറിയുന്ന കണക്ക്. അപ്പൊ ഇത് തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ ഇത് മൂന്നും ശരിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ ഓപ്ഷൻ കാണുമ്പോൾ പേടിക്കും. n u സ്ക്വയർ ബ്രാക്കറ്റിൽ n-2/2g അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എത്തിക്കോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ഫിഗർ വരയ്ക്കാം, അതിൻ്റെ കൂടെ അങ്ങനെ എഴുതിക്കും. The time taken by the particle to reach ground is n times. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. There is a building of height h. ഇവിടെ നിന്ന് ഒരു ബോൾ മുകളിലേക്ക് എറിയുന്നുണ്ട്. ഇത് h ആണ്. u വെലോസിറ്റിയിലാണ് മുകളിലേക്ക് എറിയുന്നത്. The time taken by the particle to reach ground is n times the time taken by the particle to reach maximum height. The time taken by the particle to reach groundലേക്ക് എത്തുന്ന ടോട്ടൽ ടൈമിനെ വിളിക്കാം ടൈം t is n times time taken by the particle to reach the maximum height. മാക്സിമം ഹൈറ്റ് എത്താൻ വേണ്ട സമയത്തെ ഞാൻ t എന്ന് വിളിക്കാം. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ h, u ആൻഡ് n. ഈ h ഇല്ല, n. ഓക്കെ, അപ്പൊ h ഈക്വൽ ടു h എന്നും കൂടി ഉണ്ട് കേട്ടോ ഓപ്ഷനിൽ. ഈക്വൽ ടു h ചെയ്തോ, പോസ് ചെയ്തോ, എന്നിട്ട് ചെയ്ത് നോക്ക് കേട്ടോ. കിട്ടുമില്ലോ നമുക്ക് നോക്കാം. പെട്ടെന്ന് ചെയ്ത് നോക്കിയോ? കിട്ടിയോ? കിട്ടിക്കാണും അല്ലേ? നോക്കാം. ഇത് നമുക്ക് ഇവിടെ നിങ്ങോട്ടേക്കുള്ള മോഷൻ നോക്കാം. എളുപ്പമല്ലേ? എത്ര സഞ്ചരിച്ച്? h is equal to s is equal to ut plus half at square. u into t plus half at square. u into t ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഓക്കെ, ക്യാൻസൽ ആയി പോയില്ല. അത് ജി താഴേക്കല്ല, അപ്പൊ മൈനസ് ജി വന്നു ഈ സാധനം. h ഇത്രയുണ്ട് അല്ലേ? ടി. ഇവിടുന്ന് എനിക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. v is equal to u plus at അപ്ലൈ ചെയ്യാം. v ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ആക്സിലറേഷൻ മൈനസ് ജി ആണ് ഇൻറ്റു ടി. ഇവിടെ കിട്ടി. ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടി? ജി ടി ഇങ്ങോട്ട് കൊണ്ടുപോകൂ. ജി ടി ഇസ് ഈക്വൽ ടു യു. അവിടെ നിന്ന് എനിക്ക് ടി കിട്ടി യു ബൈ ജി. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി കിട്ടി n ടൈംസ് സ്മോൾ ലെറ്റർ ടി, n ടൈംസ് യു ബൈ ജി. അതായത് ഈ ഫുൾ മോഷൻ ഉള്ള സമയം n ടൈംസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സമയം. ഇനി പണി എളുപ്പം. ഇനി എന്നാ? ഇനി നമുക്ക് കംപ്ലീറ്റ് മോഷൻ നോക്കാം. ഈ കംപ്ലീറ്റ് മോഷനിൽ s is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ബോഡി ഇവിടെ ആയിരുന്നു, അവന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ, ഫൈനൽ പൊസിഷൻ ഇവിടെ, താഴേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ഡിസ്പ്ലേസ്മെന്റ് മൈനസ് h ആണ്. ഇത്രയും ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. u ഇൻറ്റു ടി, ഇനിഷ്യൽ വെലോസിറ്റി മുകളിലേക്കാണ്, അത് പോസിറ്റീവ്. u ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് ക്യാപിറ്റൽ ടി ആണ്, കാരണം മുഴുവൻ മോഷനും നമ്മൾ എടുത്തേക്കുന്നത് ക്യാപിറ്റൽ ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ n ടൈംസ് യു ബൈ ജി, n ടൈംസ് യു ബൈ ജി. ആക്സിലറേഷൻ മൈനസ് ജി ആണ്, അപ്പോൾ ഹാഫ് ജി വന്നു, കാരണം ആക്സിലറേഷൻ താഴേക്കാണ്. ടി സ്ക്വയർ, ടി എന്ന് പറഞ്ഞാൽ n
യു ബൈ ജിൻ്റെ സ്ക്വയർ, എൻ സ്ക്വയർ യു സ്ക്വയർ ബൈ ജി സ്ക്വയർ. ജി സ്ക്വയറിൻ്റെ ഒരു ജിയും വെട്ടിപ്പോയി. ബാക്കി ആരുണ്ട്? ഇവിടെ യു സ്ക്വയർ ഉണ്ട്. യു സ്ക്വയർ എൻ ബൈ ജി മൈനസ് എൻ സ്ക്വയർ യു സ്ക്വയർ ബൈ 2g. ഓപ്ഷൻ നോക്കി, അടിയിൽ 2g ആണ് കോമൺ ആയിട്ട് അല്ലേ, കുറേ എണ്ണം ഉണ്ട്. ഇത് പണി ചെയ്യാം. ഇവിടെ മുകളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2g മൈനസ് 2g. അപ്പോൾ അടിയിൽ എന്ത് വന്നു? 2g വന്നു. 2u സ്ക്വയർ എൻ പുറത്തേക്ക് എടുത്താലോ? അവിടെ എൻ യു സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ യു സ്ക്വയർ പുറത്തെടുത്ത്, എൻ യു സ്ക്വയർ പുറത്തെടുത്താൽ ഇവിടെ ആകെ 2 മാത്രമേ ഉള്ളൂ, ഇവിടെ ആകെ 1 ഉള്ളൂ. അവിടെ എൻ സ്ക്വയർ ഉണ്ട് അല്ലേ, അപ്പോൾ എൻ യു സ്ക്വയർ പുറത്തെടുത്ത്. അപ്പോൾ ഇവിടെ ആരുണ്ട്? അപ്പോൾ എൻ യു സ്ക്വയർ 2 മൈനസ് എൻ. അപ്പോൾ തെറ്റിപ്പോയല്ലോ. ഇവിടെ മൈനസ് എച്ച് അല്ലേ, അതാണ്. അപ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, ഈ മൈനസ് എന്ത് വന്നു? തിരിച്ചു വന്നു. അപ്പോൾ എൻ മൈനസ് 2. അപ്പോൾ എൻ യു സ്ക്വയർ എൻ മൈനസ് 2 ഡിവൈഡ് ബൈ 2g. ഇത് തന്നെയാണ് ആൻസർ. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുണ്ട് അല്ലേ, ബോറടിച്ച് തുടങ്ങിയോ? നമുക്കൊരു പണിയാണ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് പാർട്ട് 2 ആക്കിയിട്ട് വേറൊരു വീഡിയോ ഇറക്കാം. അപ്പം നിങ്ങൾ അത് പിന്നീട് എപ്പോഴേലും കണ്ടാൽ മതി. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. എന്ത് ക്വസ്റ്റ്യൻ അറിയാം? ചെറുതാ, പഠിക്കണ്ട. ക്വസ്റ്റ്യൻ മാത്രം പറയാം, അതിൻ്റെ ആൻസർ അടുത്ത വീഡിയോ എഴുതാം. ഇല്ല, നിങ്ങൾ അടുത്ത വീഡിയോ കാണില്ലേ? നിങ്ങൾ എനിക്കറിയാമല്ലോ, ഞാനൊന്നും കാണുന്നില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ 2 വർഷം പ്ലസ് 1, 1 വർഷം പ്ലസ് 1, 1 വർഷം പ്ലസ് 2, അങ്ങനെ 2 വർഷം നമ്മൾ പഠിച്ചു. അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റും കൂടി ചെയ്യും. ഇപ്രാവശ്യം നമ്മുടെ 4-5 പിള്ളേർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അത്രയും ഉണ്ടാവില്ല, 3 പേര് എന്തായാലും ഉണ്ട്. നിങ്ങൾ ഈ പഠിച്ച അറിവ് മുഴുവൻ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? വെറും ഒരു ബബിളിലാണ് അല്ലേ? 4 ബബിൾ ഉണ്ടാവും. ഈ 4 ബബിളിലാണ് നമ്മൾ ഈ 3 വർഷം പഠിച്ച കാര്യങ്ങൾ എഴുതുന്നത്. ഒരു പാഠമാണെങ്കിൽ ആ ഒരു പാഠത്തിന് മുഴുവൻ കഴിഞ്ഞു, ഒറ്റ ബബിളിൽ ഈ മാർക്കിൽ കഴിഞ്ഞു. ഇതിനുവേണ്ടി നമ്മൾ ഈ ഇത്രയും വർഷം പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നയാൾ അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും സ്കാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അറിയത്തില്ല നിങ്ങൾ എങ്ങനെയാ ഇത് ബബിൾ ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ഇരുന്ന ആളുടെ കോപ്പി അടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തുണ്ട് പേപ്പർ വെച്ചിട്ട് പോയിട്ട് എഴുതിയതായിരിക്കാം. ഇത് രണ്ടും നടക്കില്ല. തുണ്ട് വെക്കാൻ എന്തായാലും പറ്റില്ല. കുറച്ചെങ്കിലും പഠിച്ച ആൾക്കാരാണെങ്കിൽ ആർക്കറിയാം നമ്മൾ ഏത് തുണ്ട് വെക്കും. എന്തോരം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഉണ്ട്, നമ്മൾ ഏത് കീറിയിട്ട് തുണ്ട് വെക്കും? അത് നടക്കില്ല. പിന്നെ കോപ്പി അടിക്കാൻ അതെന്തായാലും നടക്കില്ല. കാരണം നമ്മുടെ മുമ്പിലും പുറകിലും സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് വെവ്വേറെ കൂടാ ക്വസ്റ്റ്യൻ പേപ്പർ. അതും നടക്കില്ല. അപ്പം നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, പഠിക്കുക. അതല്ലാതെ വേറൊരു വഴിയുണ്ട്. നമുക്കിത് ബബിള് കറുപ്പിച്ചാൽ പോരെ, ശരി ഉത്തരം കറുപ്പിച്ചാൽ പോരെ, അല്ലാതെ കറുപ്പിക്കാൻ പറ്റും. നോക്കി, നമുക്ക് 2 രീതിയിൽ ശരി ഉത്തരം കണ്ടുപിടിക്കാം. ഒന്ന്, നമുക്ക് ശരി ഉത്തരം അറിയുന്നത്, നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു, നമുക്ക് അതേ ആൻസറിൽ എത്തിച്ചേർന്നു, അങ്ങനെ നമുക്ക് ബബിള് കറുപ്പിക്കാം. അതല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, ബാക്കിയുള്ളത് തെറ്റാണെങ്കിൽ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ. ബാക്കിയുള്ളത് ശരി ഉത്തരമാകാൻ ചാൻസ് ഇല്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം. അത് നമ്മൾ കുറച്ച് മുതൽ പ്രോബ്ലത്തിൽ നമ്മൾ ചുമ്മാ ചെയ്തിരുന്നു അല്ലേ. നമ്മൾ ഈ സൈഡിലൊരു ഓപ്ഷൻ, നമ്മൾ ആ ഗ്രാഫ്, അതാണ് തെറ്റ്. ഇപ്പൊ ബാക്കിയുള്ളതെല്ലാം ശരിയായിരിക്കും. ഇത് തെറ്റാണെന്ന് എനിക്ക് ഉറപ്പായി, അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ശരിയായിരിക്കും. അങ്ങനെ ആ തെറ്റായ ആൻസർ ആയിരുന്നു എൻ്റെ ശരി ഉത്തരം. ആ കണക്കിൽ ഇവിടെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, എൻ്റെ ആൻസർ, അപ്പോൾ ബാക്കി 3 എണ്ണം തെറ്റാണ്, ശരിയാവാൻ ചാൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഇതിനെ ശരി ഉത്തരമാക്കി എഴുതാം. അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ ട്രിക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു പകുതി ചെയ്യുമ്പോഴേക്ക് എനിക്ക് ആൻസർ കിട്ടും. മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മുഴുവൻ ചെയ്യാൻ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമുക്ക് അത് എഴുതാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയോ, ആൻസർ അടുത്ത വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞേക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ കാർ ആൻഡ് എ സ്കൂട്ടർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് കാറിന്റെ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്കൂട്ടറിന്റെ ഗ്രാഫ് കേട്ടോ. ഒരു സ്ട്രെയിറ്റ്, ഇത് വളഞ്ഞു, ഒരു സ്ട്രെയിറ്റ്. ഈ പോയിന്റ് 15, 25, 45, 30, 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the difference between the distance traveled by the car and the scooter in 15 seconds. 15 സെക്കൻഡ് സമയം കൊണ്ട് ഇത് സഞ്ചരിച്ച ദൂരങ്ങളുടെ വ്യത്യാസം. ആരാ കൂടുതൽ, ആരാ കുറവ് ഒന്നറിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
The time at which the car will catch up with the scooter are respectively. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 112.5 ആൻഡ് മീറ്റർ കേട്ടോ, ഇത് മീറ്റർ, ആൻഡ് 22.5 സെക്കൻഡ്സ്. പോസ് ചെയ്തോ? പോസ് ചെയ്യാനല്ല, വീഡിയോ കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ എടുക്കാം കേട്ടോ. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പഠിച്ചോ. ഇന്ന് നീറ്റിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. ഇന്ന് ഒക്ടോബർ 16. നല്ല റിസൾട്ട് കിട്ടിയ പിള്ളേരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന പിള്ളേരുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നോക്കിയാൽ നമ്മൾ ഈ വക പ്രോബ്ലംസ് ഒന്നും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ സൗകര്യങ്ങൾ വേണ്ടതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ചാനൽ ഇറക്കിയേക്കുന്നത്. നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം യൂട്യൂബിൽ. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ട് തരാം. എത്ര സമയം പോയാലും കുഴപ്പമില്ല. നമുക്ക് ഒരേ ലക്ഷ്യമുള്ള അടുത്ത വർഷത്തെ നീറ്റിനെ നല്ല മാർക്കോടെ പാസ്സാകാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് പിന്നെയും പറയുന്നു. താങ്ക് യു.